എല്ലാവർക്കും നമസ്കാരം. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് പല പഴഞ്ചൊല്ലുകൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോ ന്യൂസുകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴുമാണ് അതൊക്കെ ഞാൻ വിശ്വസിച്ചു പോകുന്നത്. ശരിയാണ്, ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല നേരെ ചൊവ്വേ. അപ്പോൾ വിഷയത്തിലോട്ട് വരാം. ജസ്ന സലീമിനെ എല്ലാവർക്കും അറിയാം. മുസ്ലിം യുവതിയായ ജസ്ന ശ്രീകൃഷ്ണന്റെ പടം വരച്ചിട്ട് വളരെ ഫേമസ് ആയ ഒരു യുവതിയായി മാറിയതാണ്. അപ്പോൾ സുരേഷ് ഗോപി അവിടെ ഈ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോയുമായി ചെന്ന് ഫോട്ടോ എടുപ്പൊക്കെയാണ് ജസ്നയുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടിയായിരുന്നത്. അപ്പൊ 2 ദിവസം മുന്നേ ന്യൂസ് 18 ജസ്നയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ജസ്ന ഒരു വ്യക്തിയാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു വിഷയം ഉൾപ്പെടെ ചേർത്ത് ജസ്ന പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെ തുടർന്ന് ജസ്നയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ മീഡിയ മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഇങ്ങനെയല്ല ജസ്ന എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ചിട്ട് ഞാൻ വിചാരിച്ചത്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നിയമം അത് തെളിയിക്കുക തന്നെ ചെയ്യണം. അങ്ങനത്തെ എന്തെങ്കിലും ഹണി ട്രാപ്പോ കാര്യങ്ങളോ ജസ്ന ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്തായാലും മീഡിയ മലയാളത്തിൽ വന്ന ന്യൂസിന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം ധരിക്കുന്ന ഒരു മുസ്ലിം യുവതി, ആ യുവതിക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് പ്രശാന്ത് സംസാരിച്ചത്. ആ ടോക്കിന്റെ അടിയിൽ വന്ന കമന്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിതിൽ വിശദമായ അന്വേഷണം നടത്തി. അപ്പോൾ അന്വേഷണത്തിൽ നമുക്ക് പലതും അറിയാനായിട്ട് സാധിച്ചു. ഇവരുടെ കൊടുത്ത കേസുകൾ, ഇവർ പല ആൾക്കാർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് 2011 മുതൽ 2020 വരെ നിരന്തരമായിട്ട് 10ലേറെ കേസുകൾ ഇവരുടെ FIRന്റെ കോപ്പികൾ നമ്മളെടുത്തു. ഇവർക്കെതിരെ ചില കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്, അത് നമ്മളെടുത്തു. ജഡ്ജ്മെന്റ് കോപ്പി, അതായത് ഇവർ കേസ് കൊടുത്ത യുവാക്കൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ആ ജാമ്യം കിട്ടിയ യുവാക്കളുടെ ആ ജഡ്ജ്മെന്റിന്റെ കോപ്പി നമ്മളെടുത്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കോടതി ഇവരെ വിശദമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവർക്കെതിരെ ഇത്രയും കേസുകൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇവർ ന്യൂസ് 18 കൊടുത്തിട്ടുള്ള ന്യൂസിൽ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മകനെ ചികിത്സിക്കാനായിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോവുകയും അത് ഡോക്ടർ അല്ലായിരുന്നു, മാനസിക രോഗിയായിരുന്നു, ഇവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഇവരന്ന് വളരെ വിഷമത്തോടെ ഒരു വീഡിയോ ചെയ്തത് ഈ ന്യൂസ് 18. അത് കണ്ടപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരിത്രയും ഒരു വിഷയം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലാണ് ഞാനും അന്ന് വീഡിയോ ചെയ്തിരുന്നത്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കറിയില്ല, ദൈവമേ, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമായി മാറുകയാണ്. എന്നാലും ബാക്കി ഇപ്പോൾ പല ആൾക്കാരും നമ്മളോട് ഈ ചർച്ചയുടെ താഴെ ചോദിക്കും എന്തുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല എന്ന് ചോദിക്കും. അത് പേര് പറയാൻ നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ പേര് പറയാത്തത്. കഴിഞ്ഞ ദിവസം പ്രശാന്തേട്ടൻ തന്നെ പറഞ്ഞ കാര്യമാണ്, ഇവർ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി ആയതുകൊണ്ടാണ് ഇവർക്കെതിരെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞത്. അത് ന്യൂസ് 18 എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇവർ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതാണ് അതിന്റെ പേരിൽ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തില്ല. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്? നമ്മൾ ഇവിടെ കോൺടാക്ട് ചെയ്തപ്പോൾ ഭർത്താവ് പറഞ്ഞു ന്യൂസ് 18 കൊടുത്തതിനപ്പുറം ഇനി ആരോടും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് ക്ഷാമാണല്ലോ നമ്മുടെ അവരെ അന്വേഷിച്ചത്. അപ്പം നമ്മൾ വിചാരിച്ചു അവർ ഒരു സ്ത്രീ ഒരു നല്ല ന്യൂസ് 18 ഒരു TV ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവിടെ നിസ്സഹായാവസ്ഥ. പിന്നെ അതിനകത്ത് അവർ പറഞ്ഞിരുന്ന മൊത്തം ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നതുകൊണ്ട് അവരെ ഉദ്രവിക്കുന്നുള്ളൂ. ശ്രീകൃഷ്ണന്റെ പടം മാത്രം നമ്മളെ ജാതി മതം നോക്കില്ല, ഒരു വേറെ മതത്തെ ബഹുമാനിക്കുന്ന ഒരു അന്യമതസ്ഥ. അപ്പോൾ അവരെ അങ്ങനെ അക്കാരണത്താൽ ഉദ്രവിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അതെ, ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി ആയതുകൊണ്ട് അവരെല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ആയാലും അല്ലാതെ ആയാലും ഉപദ്രവിക്കുന്നു. വീട്ടിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല, സ്വന്തം അച്ഛൻ അമ്മ ഉൾപ്പെടെ അവരെ ഉപേക്ഷിച്ചു, നാട്ടിലും വിലയില്ല എന്നുള്ള രീതിയിൽ. കാരണം മുസ്ലിം യുവതയായ അവര് ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ടുള്ള ഒരു ചെറുക്കാണെന്ന് പറഞ്ഞാണ് അവരിങ്ങനെ മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൽ പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഇവർക്കെതിരെ 10ഓളം കേസുകളുണ്ട്, ഈ കോടതി നിരീക്ഷണത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. അപ്പൊ ആ കാരണത്താൽ ബാക്കി ധനുഷിനെ പറയാൻ അറിയത്തുള്ളൂ. ആ കാരണത്താൽ ഉദ്രവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത്. മാത്രമല്ല നമ്മൾ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോയില്ല. നമ്മൾ അവരോട് മാത്രം വിളിച്ചു ചോദിച്ചപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന അവർ ഇതുകൊണ്ട് നിസ്സഹായത അനുഭവിക്കുന്നു അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുന്നുള്ളതാണ്. അത് വെച്ചാണ് ടോക്കിന്. അപ്പൊ ടോക്കിന് ശേഷം നമ്മൾ ഈ നമ്മുടെ ചാനലായിട്ട് തന്നെ എലീസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇവയെ പറ്റി നേരെ എതിരഭിപ്രായമാണ് പറഞ്ഞു. പിന്നെ മാത്രമല്ല അതിന്റെ കീഴിൽ വന്ന നടയിലെത്തുമ്പോൾ മേശാന്തി ശ്രീകൃഷ്ണന്റെ നാലമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരും. കാരണം ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവരുടെ ചിത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് പുറത്തായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ സംഘ കാര്യാലയത്തിനകത്ത് വരെ ഇവർക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടാക്കി ഇവർ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരങ്ങ് കയറുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ചുറ്റും ഇവരുടെ സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സുരേഷ് ഗോപി കളക്ടറേറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവർ ഉണ്ടായിരുന്നു, അത് വിളിച്ചിട്ടില്ല. അതിനുശേഷം BJP സുരേഷ് ഗോപിക്ക് അനുമോദനം കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അത് വിളിച്ചിട്ടില്ല. അതിനുശേഷം ഇവർ സംഘ കാര്യാലയത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരെല്ലാം ശ്രദ്ധിക്കുന്നത്, ഇവർ ആരാണെന്ന് ഇവർ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് ഒരു അന്വേഷണം കൃത്യമായിട്ട് നടത്തിയത്. അപ്പോൾ ഇവർ ഈ അന്വേഷിച്ച ആൾക്കാർ പറയുന്ന അവരുടെ നിഗമനം എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണന്റെ ഒരേ രീതിയിലുള്ള ഒരു പടം മാത്രമാണ് ഇവർക്ക് വരയ്ക്കാൻ അറിയാവുന്നത്, വേറെ ആരുടെ പടവും ഇവർക്ക് വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ ഇവർക്ക് എല്ലാ പടവും ഒരേ രീതിയിലുള്ള, അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അത് വരയ്ക്കാൻ ഒരു ട്രെയിനിങ് എവിടെയെങ്കിലും കിട്ടി കാണണം എന്നാണ് ഇവരെ പറ്റി അന്വേഷിച്ച ആൾക്കാർ പറയുന്ന കാര്യം. പടം വരയ്ക്കുന്നവർക്ക് ഒരു പടം മാത്രമല്ല പലതും വരയ്ക്കാൻ പറ്റും. അത് ശരിയാ.
ഒരു പടം മാത്രമേ വരയ്ക്കത്തുള്ളൂ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഈ പറയുന്ന പോലെ ശ്രീകൃഷ്ണന്റെ പടം മാത്രം. അവരത് പണ്ട് ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് അവരിങ്ങനെ വരയ്ക്കുന്നതെന്ന് ഏതോ ഒരു വീഡിയോയിൽ പറയുന്നത് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു പടം വരയ്ക്കുന്ന ഒരാൾക്ക്, കഴിവുള്ള ഒരാൾക്ക്, പടം വരയ്ക്കുന്നവർക്ക് എല്ലാ പടവും വരയ്ക്കാൻ കഴിയും. അത്യാവശ്യം എല്ലാ പടങ്ങളും അവർ ട്രൈ ചെയ്യും, വരയ്ക്കും. പക്ഷെ ഇവർ ശ്രീകൃഷ്ണന്റെ പടം മാത്രം, പക്ഷെ അവർക്ക് കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരത് വരയ്ക്കുന്നതെന്നും എവിടെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, മനസ്സിലായി, പോസിബിലിറ്റിയാണ്. അപ്പം അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അവരൊരു ബിസിനസ്സാക്കി മാറ്റി ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നു. അതും പ്രത്യേകിച്ച് ഇവര് ജനങ്ങൾ ഏറ്റെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം യുവതിയായ ഇവര് ശ്രീകൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്നു എന്നുള്ളൊരു ഇതിലാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. പിന്നെ അതിൽ കുറെ വിമർശനങ്ങളും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ബാക്കിയൊക്കെ കഴിവാണ്. അപ്പോൾ അത് ഇവർ വരയ്ക്കുന്നതുകൊണ്ട് അതിനുശേഷം ഇവർ പറയുന്ന പല കാര്യങ്ങളും, അതായത് ഈ പടം കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് എന്റെ കുട്ടികൾക്ക് മദ്രസയിൽ ഉസ്താദ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവർ ഉപദ്രവിക്കുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. എന്റെ സഹോദരൻ എന്നെ അഭിസാരിക എന്ന് വിളിച്ച് സംബോധന ചെയ്തു എന്ന് ഇവർ പറയുന്നുണ്ട്. അത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ സിമ്പതി പിടിച്ചു സഹോദരൻ ഇല്ലെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട്. പോരാത്തതിന് ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ ഒരു സിമ്പതി പറ്റി ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. പക്ഷേ ഇതിന്റെ കംപ്ലീറ്റ് ഇവർ കൊടുത്ത FIR, യുവാക്കൾക്കെതിരെ ഇവർ കൊടുത്ത FIR, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ തപ്പിയെടുത്തു. അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആ ജാമ്യാപേക്ഷ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എടുത്തു. സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിന് മുമ്പ് എന്തായിരുന്നു ഇവരുടെ ജോലി എന്നുള്ള രീതിയിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇവരുടെ ജോലി എന്താണെന്നുള്ള രീതിയിൽ ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവർ കോഴിക്കോടുള്ള ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ട് എന്നാണ്, ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇവർ 2011 മുതൽ 2020 വരെ പല ആൾക്കാർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു. പല ആൾക്കാരും ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവരെ റേപ്പ് ചെയ്തു. ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവർ ബലാത്സംഗത്തിനിടയാക്കി, മാനഭംഗത്തിനിടയാക്കി, എല്ലാ സ്ഥലങ്ങളിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ FIR, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ, അത്തോളി സ്റ്റേഷൻ, കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ക്രൈം നമ്പർ ഉണ്ട് 154/2016, 439/2006, 1015/2020. ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. എന്നീ ക്രൈം നമ്പറിൽ രജിസ്റ്റർ ചെയ്ത FIR എല്ലാം തന്നെ ഇവർ പറയുന്നത് വ്യക്തികൾ തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് ഇവർ വിവിധ കാലത്ത് കൊടുത്ത പരാതികൾ പറയുന്നത്. പക്ഷേ ഇവർ കൊടുത്ത ഈ പരാതികളിൽ ഇവർ പറയുന്നത് എന്നെ അനുമതിയില്ലാതെ കയറി പിടിച്ചു, വസ്ത്രം വലിച്ചു കയറി, നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. ഇവയെല്ലാം തന്നെ കോടതിയിൽ ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പറയുന്ന കാര്യമില്ല, കോടതി നിരീക്ഷണമാണ്. അത് പോലീസ് അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും കണ്ടെത്തിയ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അപ്പൊ ഇങ്ങനെ കേസ് കൊടുക്കുകയും അത് കോടതിയിൽ പൊളിയുകയും കെട്ടിച്ചമച്ചതാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഈ പറയുന്ന പോലെ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ പൊളിയെ തന്നെ ചെയ്യണം. അങ്ങനെ ഈ നാട്ടുകാരെ പറ്റിച്ച് ആനി ട്രാപ്പ് പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിയണം. ഇല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് തന്നെ ഞാൻ എനിക്ക് ഇതിപ്പോ ഇങ്ങനെ പൊളിഞ്ഞടുങ്ങി വരുന്നത് കാണുമ്പോൾ ഇവിടേക്ക് എന്തൊക്കെയോ ജീഞ്ഞ് നാറുന്നുണ്ട്. ഈ പെൺകുട്ടി നുണ പറയുന്നതാണെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും മറ്റും കോടതിയുടെ നിരീക്ഷണം പകലുപോലെ തെളിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത കാര്യം, പ്രതികളായവരോട്, അതായത് ഇവർ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇവർ 2 ലക്ഷം രൂപ ഇതേ തുടർന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ഹണി ട്രാപ്പ് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയുള്ളത്. അതായത് പരസ്പര സമ്മതത്തോടു കൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പണത്തിന് വേണ്ടി ഒരാളെ ആ ഒരു ട്രാപ്പിലേക്ക് കൊടുക്കുക. അതിനുശേഷമാണ് ഇവർ ഈ വേഷം കെട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ഇത് മാത്രമല്ല, ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ, ഇവർ BJP ആണ്, RSS ആണ്, ഞാൻ സുരേഷ് ഗോപിയുടെ സഹോദരിയാണ്, ഞാൻ സീരിയസ്ലി അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഗുരുവായൂരൻ തന്ത്രിയുടെ ശിഷ്യയാണ്, ഗുരുവായൂരപ്പന്റെ ഭക്തയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യം. അപ്പോൾ ഈ സംഭവത്തിൽ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മതപരമായി ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ അത് വിജയിക്കും, മനസ്സിലായി. പ്രത്യേകിച്ച് മുസ്ലിം യുവതിയായ ഇവര് ഒരു നബിയുടെയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരച്ചു, അല്ലെങ്കിൽ അവരുടെ മതപരമായ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് വരച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന പെൺകുട്ടി ഇത്രയും ഫെയിം കിട്ടത്തില്ല, മനസ്സിലായേ. അങ്ങനെ വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടേതായ മതങ്ങളിൽ പെട്ടത് വരയ്ക്കുന്നവർ. പക്ഷെ അതേ സ്ഥാനത്തിൽ ഈ യുവതി ശ്രീകൃഷ്ണന്റെ പടം വരച്ചപ്പോൾ അത് ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു, ജനങ്ങൾ ഏറ്റെടുക്കപ്പെട്ടു, മനസ്സിലായ. അതൊരു കച്ചവട തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അവർ വരയ്ക്കുന്നത് തെറ്റൊന്നും ഞാൻ പറയില്ല. ആർക്കും ഏത് പടവും എന്തും വരയ്ക്കാം. മതപരമായി ഞാൻ ഒരിക്കലും ഒന്നും കണക്ട് ചെയ്യാറില്ല, മനസ്സിലായോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പൊതുവേ നടക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാനായാലും ഈ ജസ്ന സലീം എന്ന് പറയുന്ന യുവതിയെ ശ്രദ്ധിച്ചത്, മുസ്ലിം യുവതി കണ്ണന്റെ പടം വരച്ചു, അപ്പൊ അതിൽ കുറെ നെഗറ്റീവ് അവർക്ക് വന്നു. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ നെഗറ്റീവ് വന്നു, അവർക്ക് എന്ത് വരച്ചൂടെ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇവർ ആദ്യമായിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്, കുറച്ച് മുന്നേ, മനസ്സിലായോ. അപ്പൊ അതങ്ങനെയാണ്. ആയൂർ മേൽശാന്തിക്ക് അടക്കം വാണിംഗ് കൊടുക്കേണ്ടവർ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട്. അതായത് ക്രൈം നമ്പർ മാറാട് 337/18 SC 750/2019 ഇതിന്റെ ഫെയറിന്റെ കോപ്പിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. കൊയിലാണ്ടിയിൽ 631/2018 CC 610/2019. ഇതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ വേറെ ഉണ്ട്, താമരശ്ശേരിയിൽ 439/2006 349/2008 എല്ലാ കേസുകളുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. എനിക്ക് തോന്നുന്നത് 18ഓളം കേസുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനിയും ഉണ്ടോ അതെ അതിൽ കുറവാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇനി വേറൊരു സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുണ്ട്. അതായത് കൊയിലാണ്ടി പോലീസ് ക്രൈം കേസിന്റെ ക്രൈം നമ്പർ 631/2018 CC 610/2019. ഈ കേസിൽ നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടലുണ്ടായി. ഇത് ഹൈക്കോടതി
ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഈ പീഡന കേസ് കള്ളക്കേസാണെന്ന് കണ്ടെത്തി. ഈ പീഡന കേസ് കള്ളക്കേസാണെന്ന് കണ്ടെത്തി ഹൈക്കോടതി വനിതാ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് എം ആർ അനിത ഈ കേസ് ആദ്യ സിറ്റിംഗിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരള ഹൈക്കോടതിയുടെ ഇതിൽ തന്നെ ആദ്യത്തെ കണ്ടെത്തലാണ്. എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. ഈ കേസിന്റെ ജഡ്ജ്മെന്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ എടുത്തു. എന്റെ കയ്യിൽ ജഡ്ജ്മെന്റിന്റെ താഴെ വരയിട്ട് പറയുന്നത് ഈ പ്രസക്ത ഭാഗങ്ങളാണ്. ഈ പ്രസക്ത ഭാഗങ്ങളിൽ ഇവർ പറയുന്നത് ഈ PW1 എന്ന് പറഞ്ഞാൽ ഈ യുവതിയാണ്. ഈ PW1 regarding the place of occurrence is not consistent with the prosecution case. It is held that ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. It is held that the evidence of PW1 is not reliable and trustworthy എന്നാണ് പറയുന്നത്. അതായത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ എവിഡൻസ് എന്ന് പറഞ്ഞാൽ റിലയബിൾ അല്ല. പോരാത്തതിന് ഈ യുവതി കള്ളം പറയുന്ന ഒരു യുവതിയാണ്, ട്രസ്റ്റ് വർത്തി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ കണ്ടെത്തലാണ്, കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി പറയുന്നതിനപ്പുറം നമുക്ക് എന്താ പറയാം? അപ്പോൾ ട്രൂത്ത് ഈസ് നോട്ട് ഡിഫമേറ്ററി എന്നാണ് പറയുന്നത്. അതായത് സത്യം ഒരിക്കലും മാനനഷ്ടത്തിന് വിധേയമായില്ല. ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം ഈ നിയമവ്യവസ്ഥ ഇവർ ഈ യുവാക്കൾക്കെതിരെ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഹണി ട്രാപ്പ് ആയിരിക്കാം. അത് യുവാക്കളെ ഇവർ കൺസേണോട് കൂടി യുവാക്കളുമായിട്ട് സെക്ഷൽ റിലേഷൻ ഏർപ്പെടുന്നു. അതിനുശേഷം അവരെ യുവാക്കളുടെ എല്ലാം കുടുംബം തകർന്നു പോയി. അത് വേറെ കാര്യം, അത് അവർ അനുഭവിക്കരുത്, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എന്നിട്ട് സിൻസ് ദ എവിഡൻസ് ഓഫ് PW1 is not reliable and trustworthy, വീണ്ടും പറയുകയാണ് 48ാമത്തെ പോയിന്റിൽ, it is held that her evidence is not sufficient to convict the accused. അതായത് ഈ യുവതിയുടെ എവിഡൻസ് അക്യൂസ് ചെയ്ത ആളെ കൺവിക്ട് ചെയ്യാൻ പര്യാപ്തമല്ല, തെളിവില്ല എന്ന് പറഞ്ഞാൽ അതായത് ട്രസ്റ്റ് വർത്തിയല്ല എന്ന് പറയുന്നുണ്ട്. ഇനിയുണ്ട് ഇവർ ബ്രൂട്ടലി എന്താണ് റേപ്പ് ചെയ്തു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും മെഡിക്കൽ എക്സാമിനേഷനിൽ ഇവരുടെ ശരീരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന സംഭവം 164 കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് അടിച്ചു പിടിച്ചു എന്ന് പറയും. അപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുമ്പോൾ ശരീരത്തിൽ അത്തരത്തിലുള്ള ചതവോ മുറിവോ ഒന്നുമില്ല എന്ന് പറയുന്നത് രഹസ്യമൊഴി, അതാണ് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ അനിൽകുമാർ സബ് ഇൻസ്പെക്ടർ, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് കൊയിലാണ്ടി പോലീസ് ടൗൺ പോലീസ് സ്റ്റേഷനിലുമാണ്, മനസ്സിലായില്ലേ? അത് അവർ ചാർജ് ഷീറ്റ് കൊടുക്കും. അതായത് ഒരു പോലീസ് കേസ് ഓക്കെ, ഇവിടെ ഇപ്പോ ഈ മീഡിയ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ കേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഒരു തട്ടിപ്പോ പറ്റിപ്പോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിൽ തെളിയിക്കുക തന്നെ ചെയ്യണം, മാക്സിമം ശിക്ഷ കൊടുക്കണം. കാരണം മതപരമായി മുന്നോട്ട് വന്നിട്ട് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ തുടായ്പോളോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെട തന്നെ ചെയ്യണം. കാരണം അത് മോശമാണ്. ഈ പറയുന്ന പോലെ മുസ്ലിമായി നിന്നുകൊണ്ട് ഹിന്ദുക്കളുടെ സപ്പോർട്ടും പിടിച്ചു പറ്റി അത് ലൈം ലൈറ്റിൽ ശ്രദ്ധിക്കപ്പെടണം, അങ്ങനത്തെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ അവരെ കരിവാരി തേക്കാനോ അവരുടെ ആ ഒരു ഇതിനെ പൊളിച്ചടുക്കാനോ ആണ് മറ്റൊരു തീരുമാനമെങ്കിൽ അതും തെളിയിക്കപ്പെടാൻ തന്നെ ചെയ്യണം. എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ആണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഈ ശ്രീകൃഷ്ണന്റെ മറവിൽ എന്തെങ്കിലും കളികൾ കളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹണി ട്രാപ്പ് കളി കളിച്ചിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സത്യം ജയിക്കട്ടെ, ജയിക്കും വരെ നമുക്ക് കാത്തിരുന്നാണ്.